ഓക്കെ, ശ്രീ ഏലിയാസ് ജോൺ, ഇവിടെ ഈ റോഡ് റെയിൽ കണക്ടിവിറ്റി കഴിഞ്ഞ സർക്കാർ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ കിട്ടുന്നതിൻ്റെ 100 ഇരട്ടി നേട്ടം നമുക്ക് നേടാമായിരുന്നു. ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അതൊക്കെ എത്ര പെട്ടെന്ന് പൂർത്തിയാകുമെന്നാണ് താങ്കൾ കരുതുന്നത് ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ നോക്കുമ്പോൾ? എന്തായാലും പുതിയ സർക്കാരിന് കുറച്ചൊരു വിഷൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് കമ്പയർഡ് ടു പ്രീവിയസ് കാർ. അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ ഇന്നത്തെ ഉദ്ഘാടന യോഗത്തിൽ പറയുകയുണ്ടായി, കഴിഞ്ഞ 10 വർഷം റോഡ് റെയിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ പാഴായിപ്പോയി. അത് 100% ശരിയല്ല. ഒരു സാധാരണ ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു 5 സെന്റ് സ്ഥലം വാങ്ങുന്ന ഒരാൾ പോലും സ്ഥലത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം അന്വേഷിക്കുന്നത് ആ സ്ഥലത്തിന് ഒരു വഴിയുണ്ടോ എന്നുള്ളത്. എനിക്ക് സിമെന്റും ഇഷ്ടികയും കമ്പിയൊന്നും വേണ്ട, വാർക്കൊന്നും വേണ്ട, ഒരു ചെറിയ കമ്പിയും സിമെന്റും ഇഷ്ടിക വെക്കാൻ പറ്റുന്ന ഒരു ട്രക്ക്, ഒരു ചെറിയ ടെമ്പോ അതിനകത്തോട്ട് പോകുമോ എന്നുള്ളതായിരിക്കും ആദ്യം ഒരു 5 സെന്റ് ഭൂമി വാങ്ങാൻ പോകുന്നയാള് അന്വേഷിക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥ പോലും ഇല്ലാതെയാണ് കേരള ഗവൺമെന്റ് 10 വർഷം പാഴാക്കിയത്. 2015 ഡിസംബർ മാസം 5-ാം തീയതിയാണ് കല്ലിടുന്നത്. 10 വർഷം കഴിഞ്ഞു. ഇത്രയും വലിയൊരു പോർട്ട് വരുമ്പോൾ അതിന് ആദ്യം വേണ്ടത് കണക്ടിവിറ്റിയാണ്. ട്രക്കുകൾ വരണം, ട്രെയിൻ വരണം. ഇതൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ 2 വർഷം ട്രാൻസ്ഷിപ്മെന്റ് ഇനത്തിൽ കണ്ട കാഴ്ചകൾ മാത്രമേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയുള്ളൂ എന്നെല്ലാവർക്കും അറിയും. അപ്പൊ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് സാൻ ഫെർണാണ്ടോ വന്ന ജൂലൈ 11 മുതൽ 2024 ജൂലൈ 11 മുതൽ പാരലായിട്ട് റോഡും റെയിലും മാത്രമല്ല, ഇപ്പൊ ഈ ഫുഡ് എക്സ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മുടെ സുരേഷ് മാത്യു പറയുന്നത് പോലെ 100 കണക്കിന് സ്ഥാപനങ്ങൾ ഈ ഒരു സൗകര്യം ആഗ്രഹിക്കുന്നു. അത് അന്നേ ആ പ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് 100 കണക്കിന് സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് റെഡിയായിട്ട് അതിനുള്ള സൗകര്യങ്ങൾ, സ്പെഷ്യൽ എക്കണോമിക് സോണോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് തൊഴിൽ ഇപ്പോൾ തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെടുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത്തരത്തിലൊരു കാഴ്ചപ്പാട് കഴിഞ്ഞ ഗവൺമെന്റിന് 10 വർഷം തുടർച്ചയായിട്ട് കിട്ടിയിട്ടും നിരവധി സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ പോലുള്ളവരൊക്കെ നിരന്തരം ഇതിന്റെ ഒരു ഓക്സിലറി പ്രവർത്തനങ്ങൾ കൂടി ചെയ്തില്ലെങ്കിൽ ഈ തുറമുഖം കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് നിരവധി വേദികളിൽ ഞങ്ങൾ ഉന്നയിച്ചവരാണ്. പക്ഷെ അതൊക്കെ ബദിരകരണങ്ങളിലോട്ട് പോവുകയും എങ്ങനെയോ നമ്മുടെ ഭാഗ്യം കൊണ്ട് അറ്റ്ലീസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് എങ്കിലും നടക്കുന്ന വിധത്തിൽ ഒരു തുറമുഖം ലഭിക്കുകയും ചെയ്തു. ഇപ്പോ വീണ്ടും 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ഗേറ്റ് തുറന്നു. വാസ്തവത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ രണ്ടുപേരും ശ്രീ അനിൽ പണ്ടാലയും സുരേഷും പറഞ്ഞതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ് ഈ നഗരത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നഗരത്തിൽ മാത്രമല്ല, പറയുന്ന ക്യാപിറ്റൽ റീജിയൻ, ആദ്യം ക്യാപിറ്റൽ റീജിയൻ വരാം, പിന്നെ അത് കഴിഞ്ഞ് കർണാടകയും തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയിലോട്ടൊക്കെ പോകുന്ന തരത്തിൽ തീർച്ചയായും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. കാരണം ശ്രീ സുരേഷിന്റെ ഒരു അഭിമുഖത്തിൽ ഞാൻ പറയുന്നത് കേട്ടു, 1 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ഒരു കണ്ടെയ്നർ വ്യത്യാസം ലാഭം. അത് അദ്ദേഹത്തിന് വലിയതായിട്ട് അനുഭവപ്പെടുന്നില്ല. 1 ലക്ഷം രൂപയല്ല, അദ്ദേഹത്തിന് 60-70 ദിവസം കൊണ്ട് എത്തിയിരുന്ന ലൊക്കേഷനിൽ ഇന്ന് 28 ദിവസം കൊണ്ടാണ്. ഇപ്പൊ ഈ പറയുന്ന ട്രിവാൻഡ്രം വലൻസിയ 28 ഡേയ്സ്. അത്രയും പെട്ടെന്ന് അവർക്ക് അടുത്ത ഓർഡർ വരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു പേയ്മെന്റ് കിട്ടുന്നു, ഫിനാൻസ് റോൾ ചെയ്യാൻ പറ്റുന്നു, അടുത്ത മാനുഫാക്ചറിങ്ങിലോട്ട് പോകാൻ പറ്റുന്നു. അങ്ങനെ ഒരു വലിയ സൈക്കിൾ പെട്ടെന്ന് നടത്താൻ പറ്റുന്ന തരത്തിൽ വേഗത ആർജിക്കാൻ കഴിയുന്നത്. അത് ഒരുപക്ഷെ 1 ലക്ഷത്തിനേക്കാൾ പല ലക്ഷങ്ങൾ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിനേക്കാൾ പ്രാധാന്യം ഈ പറയുന്ന ടൈം സേവിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അങ്ങനെ 67 ലക്ഷം കണ്ടെയ്നറുകളാണ് ട്രാൻസ്ഷിപ്മെന്റ് വർഷം. 67 ലക്ഷം. നമുക്കിപ്പോ കപ്പാസിറ്റി ഇപ്പോഴും 10-15 ലക്ഷമേ ഉള്ളൂ നമുക്കിപ്പോഴും. ബാക്കിയും കിടപ്പുണ്ട്, 50 ലക്ഷം കിടപ്പുണ്ട്. ഇതെല്ലാം ഇവിടെ വരുന്ന ഒരു സമയത്ത് മാത്രമാണ് ഈ തുറമുഖം കൊണ്ട് രാജ്യത്തിന് ഒരു പൂർണ്ണതോതിലുള്ള ഒരു പ്രയോജനം കിട്ടുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പൊ അത് ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ നടക്കും. ശ്രീ അനിൽ പണ്ടാലയെ പോലെയുള്ള, സുരേഷ് മാത്യുവിനെ പോലുള്ള ഓൺടർപ്രണേഴ്സ് അത്തരം കാര്യങ്ങൾ അവരുടെ സർക്കിളുകളിൽ, ഈ മാനുഫാക്ചേഴ്സിന്റെയും എക്സ്പോർട്ടേഴ്സിന്റെയും സർക്കിളുകളിൽ ഈ തുറമുഖത്തെ മാർക്കറ്റ് ചെയ്യാൻ കൂടി അവർ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് ഇന്ത്യയിലെ വ്യവസായികൾക്കും കയറ്റുമതിക്കാർക്കും ഇതിന്റെ പ്രയോജനം എടുക്കാൻ കഴിഞ്ഞേക്കും.